ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്ത് എങ്ങനെ പ്രോബ്ലം ചെയ്യാമെന്നുള്ളത്. നേരത്തെ നമ്മൾ ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചിട്ടുണ്ട്, വർക്കിംഗ് റൂള് പഠിച്ചിട്ടുണ്ട് അല്ലേ. വർക്കിംഗ് റൂൾ എന്തായിരുന്നു? ഫസ്റ്റ് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പി ഓഫ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ഓഫ് കെ ട്രൂ ആണെന്ന് നമ്മൾ എസ്യൂം ചെയ്യുക, എന്നിട്ട് പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതാണ് അതിൻ്റെ മെത്തേഡ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 prove that 1 divided by 1 into 2 plus 1 divided by 2 into 3 plus etc. plus 1 divided by n into n plus 1 is equal to n divided by n plus 1. Let P of n denote the given statement. ഇപ്പോൾ പി ഓഫ് 1 നോക്കാം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡ് വരുന്നത് 1/1 into 2 ആണ്. റൈറ്റ് സൈഡ് വരിക 1/1 + 1 ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും 1/2 കിട്ടും. സോ പി ഓഫ് 1 ഈസ് ട്രൂ. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് എസ്യൂം ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അപ്പോൾ നമ്മൾ ഗിവൺ റിസൾട്ടിൽ എന്നിന് പകരം കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് കെ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. സോ കൺസിഡർ പി ഓഫ് കെ പ്ലസ് 1. അപ്പോൾ 1 ഡിവൈഡ് ബൈ 1 into 2. സെക്കൻഡ് ടേം വരിക 1 ഡിവൈഡഡ് ബൈ 2 into 3. തേർഡ് ടേം ആണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 3 into 4 എക്സെട്ര പ്ലസ് കെ പ്ലസ് 1 ടേം എന്ത് വരും? അപ്പോൾ 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 into കെ പ്ലസ് 2. അതിൻ്റെ തൊട്ട് മുന്നിൽ വരുന്ന ടേം ഇതാണ് 1 ഡിവൈഡഡ് ബൈ കെ into കെ പ്ലസ് 1. അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേം നമ്മുടെ പി ഓഫ് കെ ആണ്. അത് നമ്മൾ നേരത്തെ എസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട് കെ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1. സോ കെ ഡിവൈഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1 ബൈ കെ പ്ലസ് 1 into കെ പ്ലസ് 2. നിങ്ങൾക്ക് ഇവിടെ പി ഓഫ് കെ പ്ലസ് 1 എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പി ഓഫ് കെയിലുള്ള ടേംസും മുഴുവനായിട്ടും എഴുതിയിട്ട് തൊട്ടടുത്ത ടേം എഴുതിയാലും മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1 ബൈ കെ പ്ലസ് 1 കോമൺ ആണ്. ഞാൻ ഔട്ട് സൈഡിലെടുത്തു. റിമൈനിങ് ടേം വരിക കെ പ്ലസ് 1 ബൈ കെ പ്ലസ് 2. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം കെ ഇൻറ്റു കെ പ്ലസ് 2 വരും. അതായത് കെ സ്ക്വയർ പ്ലസ് 2k ദെൻ പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2. കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കെ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് കെ പ്ലസ് 1 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2 എന്ന് കിട്ടും. ഇനി ഇതിലെ പി ഓഫ് കെ പ്ലസ് 1 റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്നിന് കെ പ്ലസ് 1 കൊടുക്കാം. അപ്പോൾ കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 1 പ്ലസ് 1, അതായത് കെ പ്ലസ് 1 ഡിവൈഡഡ് ബൈ കെ പ്ലസ് 2. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് രണ്ടും ട്രൂ ആണ്. പി ഓഫ് കെ പ്ലസ് 1 ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ ആ റിസൾട്ട് ട്രൂ ആണ്. അപ്പോൾ മാത്തമെറ്റിക്കൽ ഇൻഡക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാം? റിസൾട്ട് ഈസ് ട്രൂ എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4. n is a natural number. അപ്പോൾ let P of n denote the given statement. P of 1 is equal to, ഇവിടെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒന്നുമല്ല ഉള്ളത്, നമുക്ക് ഡിവിസിബിൾ ബൈ 4 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പി ഓഫ് 1 എന്ത് വരും? എന്നിന് 1 കൊടുത്താൽ 7 minus 3. 7 raised to 1 minus 3 raised to 1, അതായത് 7 minus 3, that is 4. നമുക്കറിയാം 4 is divisible by 4 ആണ്. So P of 1 is true. Next assume that P of k is true, that is 7 raised to k minus 3 raised to k is divisible by 4. Divisible by 4 എന്ന് പറഞ്ഞാൽ ആ ടേം എന്തായിരിക്കും? 4ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ സിമ്പിളായിട്ട് 4m എന്ന് കൊടുക്കാം. അപ്പോൾ 7 raised to k minus 3 raised to k is equal to 4m. ഞാൻ അതിനെ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. 7 raised to k is equal to മൈനസ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേക്കും പ്ലസ് ആവും. സോ 3 raised to k plus 4m. Now consider p of k plus 1, that is 7 raised to k plus 1 minus 3 raised to k plus 1. 7 raised to k plus 1 is 7 raised to k into 7 മൈനസ് 3 raised to k plus 1. നമ്മൾ നേരത്തെ 7 raised to k ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ്? 3 raised to k plus 4m. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇൻറ്റു 7 ഉണ്ട്. സോ ഇൻറ്റു 7 മൈനസ് 3 raised to k plus 1. ഇനി ഇവിടെ ഞാൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 3 raised to k ഇൻറ്റു 7 പ്ലസ് 4m ഇൻറ്റു 7 മൈനസ് ഈ 3 raised to k plus 1 ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തു. 3 raised to k ഇൻറ്റു 3 നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എ റേസ് ടു എം പ്ലസ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അപ്പോൾ 3 raised to 1 ഇവിടെ 3 വരും. ഓക്കെ, അപ്പോൾ 3 raised to k വരുന്ന രണ്ട് ടേം ഞാൻ അടുത്തടുത്ത് എഴുതി. സോ 3 raised to k ഇൻറ്റു 7 മൈനസ് 3 raised to k ഇൻറ്റു 3 പ്ലസ് 4m ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കും. സോ 4m.
ഇവിടെ 3 റേസ് ടു കെ കോമൺ ആണ്, ഔട്ട്സൈഡിലെടുക്കുക. ഇപ്പോൾ റിമൈനിങ് ടേം വരിക 7 മൈനസ് 3 ആണ്. പക്ഷേ 7 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം ഡിവിസിബിൾ ബൈ 4 ആണ്, സെക്കൻഡ് ടേം ഡിവിസിബിൾ ബൈ 4 ആണ്. അപ്പോൾ ഇതിൻ്റെ സം ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ 4. അപ്പോൾ പി ഓഫ് കെ പ്ലസ് 1 എന്താവും? ട്രൂ. സോ യൂസിങ് PMI the result is true for all natural numbers. Next question, for every positive integer n, prove that 1 plus x whole raised to n is greater than or equal to 1 plus nx, where x is greater than minus 1. അപ്പോൾ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിന് ഞാൻ പി ഓഫ് എൻ ആയിട്ട് എടുത്തു. അപ്പോൾ പി ഓഫ് 1 എന്തായിരിക്കും വരിക? എന്നിന് 1 കൊടുത്ത് നോക്കാം നമുക്കിവിടെ. സോ 1 പ്ലസ് എക്സ് ഹോൾ റേസ്ഡ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് 1 ഇൻറ്റു എക്സ്. അപ്പോൾ നമുക്ക് കിട്ടുക 1 പ്ലസ് എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് എക്സ്. അവിടെ ഈക്വൽ ടു വരുന്നതുകൊണ്ട് ഈ ഇൻഇക്വാലിറ്റി എന്താണ്? കറക്റ്റാണ്, ട്രൂ ആണ്. Assume that P of k is true, that is 1 plus x whole raised to k is greater than or equal to 1 plus kx. Now consider P of k plus 1, അതായത് 1 plus x whole raised to k plus 1. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus x whole raised to k into 1 plus x. ഇനി ഞാൻ പി ഓഫ് കെയുടെ റിസൾട്ട് യൂസ് ചെയ്യാൻ പോവാണ്. ഇവിടെ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കെക്ക് പകരം ഞാൻ ഏത് കൊടുക്കുന്നു? 1 പ്ലസ് കെ എക്സ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനേക്കാൾ ഒരു സ്മോളർ ക്വാണ്ടിറ്റി കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വാണ്ടിറ്റി എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് ക്വാണ്ടിറ്റി. ഇവിടെ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 1 പ്ലസ് കെ എക്സിനേക്കാൾ കൂടുതലോ ഈക്വലോ ആവുന്ന ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഞാൻ ഈ 1 പ്ലസ് കെ എക്സ് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ഏത് ടേമിന് പകരം? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കെ. അപ്പോൾ ഈക്വൽ ടു എന്നുള്ളത് എന്തായിട്ട് മാറും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നായിട്ട് മാറും. കാരണം ഇതൊരു സ്മോളർ ക്വാണ്ടിറ്റിയാണ്, എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി 1 പ്ലസ് കെ എക്സ് ഇൻറ്റു 1 പ്ലസ് എക്സ് ഇവിടെ കിട്ടി. ഇതിനെ അങ്ങോട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ 1 പ്ലസ് എക്സ് പ്ലസ് കെ എക്സ് പ്ലസ് കെ എക്സ് ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് കെ എക്സ് സ്ക്വയർ. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ആവശ്യം എന്താണെന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മുടെ ഈ റിസൾട്ട് പ്രൂവ് ചെയ്യാൻ. നമുക്ക് വേണ്ടത് എന്താണ്? പി ഓഫ് കെ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 പ്ലസ് കെ പ്ലസ് 1 ഇൻറ്റു എക്സ്, അതായത് 1 പ്ലസ് കെ എക്സ് പ്ലസ് എക്സ്. അപ്പോൾ നമുക്കിവിടെ ആരുടെ ആവശ്യമില്ല? കെ എക്സ് സ്ക്വയർ. അപ്പോൾ ഞാൻ ഈ കെ എക്സ് സ്ക്വയർ ഒഴിവാക്കിയ ടേമാണിത്. അപ്പോൾ ഈ രണ്ട് ടേമും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഗ്രേറ്റർ ആയിരിക്കും. കാരണം എന്താണ്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പോസിറ്റീവാണ്, കെ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി പോസിറ്റീവാണ്. ഞാനൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റിനെ ഒഴിവാക്കിയ ടേമാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് അതിനേക്കാൾ ചെറിയ ടേമാണ് വരിക. ഓക്കെ, അപ്പോൾ ഈ ടേം എന്താവും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഫൈനലായിട്ട് നമുക്ക് എന്താ കിട്ടിയത്? 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു കെ പ്ലസ് 1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 plus k plus 1 into x. So P of k plus 1 is true. Okay, next question നോക്കാം. Prove that 10 raised to 2n minus 1 plus 1 is divisible by 11. അപ്പോൾ P of 1 നോക്കാം. നമുക്ക് അവിടെ വരിക 10 raised to 2 into 1, അതായത് 2 വരും. സോ 10 raised to 2 minus 1 plus 1. 2 minus 1 എന്ന് പറയുമ്പോൾ 1 വരും. സോ 10 plus 1 11. 11 is divisible by 11 ആണ്. സോ P of 1 is true. P of k നമ്മൾ assume ചെയ്തു. അപ്പോൾ എന്ത് കിട്ടി? 10 raised to 2k minus 1 plus 1 is divisible by 11. ഡിവിസിബിൾ ബൈ 11 ആണെങ്കിൽ അത് ഉറപ്പായിട്ടും മൾട്ടിപ്പിൾ ഓഫ് 11 ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? 10 raised to 2k minus 1 plus 1 is equal to 11m. അപ്പോൾ നമുക്ക് അവിടുന്ന് 10 raised to 2k minus 1 എന്ത് കിട്ടും? 11m minus 1. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 10 raised to 2k minus 1 എന്ന് പറഞ്ഞാൽ 10 raised to 2k divided by 10 ആണ്. അപ്പോൾ 10 raised to 2k എന്താവും? 10 into 11m minus 1. ഇനി P of k plus 1 എടുക്കാം. അപ്പോൾ 10 raised to 2 into k plus 1 minus 1 plus 1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 2നെ ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 raised to 2k plus 2 minus 1 കിട്ടും. 2k plus 2 minus 1 എന്ന് പറഞ്ഞാൽ 2k plus 1 വരും അല്ലേ. അപ്പോൾ 10 raised to 2k plus 1 plus 1. നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട ടേം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത് 10 raised to 2k ആണ്. അപ്പോൾ ഞാൻ ഇതിനെ വീണ്ടും ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. 10 raised to 2k plus 1 is same as 10 raised to 2k into 10 raised to 1. That is 10 raised to 2k into 10 plus 1. ഈ 10 raised to 2k ഞാൻ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുക എന്നിട്ട്. അപ്പോൾ എന്ത് വരും? ഇവിടെ 10 into 10 100 വരും.
So 100 into 11m minus 100 into 1, that is 100 plus 1. അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. സോ 11m എന്ന് എഴുതിയാൽ മതി. മൈനസ് 100 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 99 ആണ്. സോ ദാറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11. സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ പി എം ഐ വെച്ചിട്ട് ഗിവൺ റിസൾട്ട് ഈസ് ട്രൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് റേസ് ടു 2n മൈനസ് വൈ റേസ് ടു 2n ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. ഇവിടെ പി ഓഫ് 1 എന്ന് പറയുമ്പോൾ എക്സ് റേസ് ടു 2 ഇൻറ്റു 1, അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. നമുക്കത് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആണോ എന്നാണ് നോക്കേണ്ടത് അല്ലേ. ഇത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് മൈനസ് വൈ. അപ്പോൾ അതെന്താണ്? ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. സോ പി ഓഫ് 1 ഈസ് ട്രൂ. നെക്സ്റ്റ് assume that p of k is true, that is x raised to 2k minus y raised to 2k is divisible by x plus y. Divisible by x plus y എന്ന് പറഞ്ഞാൽ ആ ടേം എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഞാൻ അതിന് ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. എക്സ് റേസ് ടു 2k മൈനസ് വൈ റേസ് ടു 2k ഈസ് ഈക്വൽ ടു മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പോൾ എക്സ് റേസ് ടു 2k എന്ത് കിട്ടും? വൈ റേസ് ടു 2k പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ. പി ഓഫ് കെ പ്ലസ് 1 എടുക്കാം നമുക്ക്. ദറ്റ് ഈസ് എക്സ് റേസ് 2 ഇൻറ്റു കെ പ്ലസ് 1 മൈനസ് വൈ റേസ് 2 ഇൻറ്റു കെ പ്ലസ് 1. നമ്മുടെ ഗിവൺ റിസൾട്ടിൽ എന്നിന് കെ പ്ലസ് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് റേസ് 2k പ്ലസ് 2 മൈനസ് വൈ റേസ് 2k പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ ഒന്നുകൂടെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്യാണ്. എക്സ് റേസ് 2k പ്ലസ് 2 ഈസ് സെയിം ആസ് എക്സ് റേസ് 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ റേസ് 2k പ്ലസ് 2 ഈസ് വൈ റേസ് 2k ഇൻറ്റു വൈ സ്ക്വയർ. ഇനി എക്സ് റേസ് 2k ഒക്കെ നമ്മളിവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ റേസ് 2k ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് വൈ റേസ് 2k ഇൻറ്റു വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് 2 ടേംസിൽ വൈ റേസ് 2k കോമൺ ആണ്, ഔട്ട് സൈഡിൽ എടുക്കുക. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് കിട്ടും. സോ ഫസ്റ്റ് ടേം ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ ആൻഡ് സെക്കൻഡ് ടേം ഈസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. സോ ഇറ്റ്സ് സം ഈസ് ഓൾവേസ് ഡിവിസിബിൾ ബൈ എക്സ് പ്ലസ് വൈ. So p of k plus 1 is true, and using mathematical induction result is true for all natural numbers. Next question നോക്കാം. 3 raised to 2n plus 2 minus 8n minus 9 is divisible by 9. p of 1 നോക്കാം. n-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ 3 raised to 2 plus 2 minus 8 minus 9 വരും. 3 raised to 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81. സോ മൈനസ് 8 മൈനസ് 9 മൈനസ് 17. അപ്പോൾ 81 മൈനസ് 17 ദാറ്റ് ഈസ് 64. ഡിവിസിബിൾ ബൈ 8 ആണ്. സോ പി ഓഫ് 1 ഈസ് ട്രൂ. നെക്സ്റ്റ് നമ്മൾ പി ഓഫ് കെ അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടുക 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 ഈസ് ഡിവിസിബിൾ ബൈ 8. ഡിവിസിബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൾട്ടിപ്പിൾ ആയിരിക്കും. സോ 3 റേസ് ടു 2k പ്ലസ് 2 മൈനസ് 8k മൈനസ് 9 ഈസ് ഈക്വൽ ടു 8ൻ്റെ മൾട്ടിപ്പിൾ എന്നുള്ളത് ഞാൻ 8m എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. So 3 raised to 2k plus 2 is equal to 8k plus 9 plus 8m. Now consider p of k plus 1. Given റിസൾട്ടിൽ പ്രൂവ് ചെയ്യേണ്ട റിസൾട്ടിൽ n-ന് k plus 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുക 3 raised to 2 into k plus 1 plus 2 minus 8 into k plus 1 minus 9. അപ്പോൾ ഇവിടെ വരിക 3 raised to 2k plus 2 plus 2 then minus 8k minus 8 minus 9. 3 raised to 2k plus 2 നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ വിധത്തിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. സോ 3 raised to 2k plus 2 ഇൻറ്റു 3 സ്ക്വയർ, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 മൈനസ് 8k മൈനസ് 17. ഇനി 3 raised to 2k plus 2ക്ക് നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. എന്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ? 8k plus 9 plus 8m ഇൻറ്റു 9 മൈനസ് 8k മൈനസ് 17. എക്സ്പാൻഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുക 8 ഇൻറ്റു 9 ദാറ്റ് ഈസ് 72k പ്ലസ് 9 ഇൻറ്റു 9 81 പ്ലസ് 8m ഇൻറ്റു 9. അതിന് നമുക്ക് 8m എന്ന് എഴുതിയാലും മതി. ഓക്കെ. മൈനസ് 8k മൈനസ് 17. ഇവിടെ 72k മൈനസ് 8k എന്ന് പറയുമ്പോഴത്തേക്കും 64k വരും. അതുപോലെ 81 മൈനസ് 17 എന്ന് പറയുമ്പോൾ 64 വരും. ദെൻ പ്ലസ് 8m. ഇവിടെ എല്ലാ ടേമും എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. സോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. അപ്പോൾ പി എം ഐ വെച്ചിട്ട് നമുക്ക് റിസൾട്ട് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാം. ഓക്കെ. Next question, 1 plus 2 plus 3 plus etc. plus n is less than 1 by 8 into 2n plus 1 the whole square. അപ്പോൾ നമുക്ക് പി ഓഫ് 1 നോക്കാം. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ n-ന് 1 കൊടുക്കുമ്പോഴത്തേക്കും 1 by 8 ഇൻറ്റു 2 ഇൻറ്റു 1, അതായത് 2 plus 1 the whole square. അപ്പോൾ നമുക്കിവിടെ കിട്ടുക 1 ലെസ് ദാൻ 9 by 8. 9 by 8 എന്ന് പറഞ്ഞാൽ 1 point something ആണ്. അപ്പോൾ ഇൻഇക്വാലിറ്റി ട്രൂ ആണ്.
ഇനി പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തു. പി ഓഫ് കെ പ്ലസ് വൺ എടുക്കുകയാണ്. പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടുക 1 + 2 + എക്സെട്ര പ്ലസ് കെ പ്ലസ് വൺ. തൊട്ട് മുന്നിൽ ആരുണ്ടാവും? കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ദാറ്റ് ഈസ് ലെസ് ദാൻ 1/8 ഇൻറ്റു 2 ഇൻറ്റു കെ പ്ലസ് വൺ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. അതായത് 1/8 ഇൻറ്റു 2k + 3 ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ 1 + 2 + 3 + എക്സെട്ര പ്ലസ് കെ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ദാറ്റ് ക്വാണ്ടിറ്റി ഈസ് ലെസ് ദാൻ 1/8 ഇൻറ്റു 2k + 1 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഞാൻ പി ഓഫ് കെക്ക് പകരം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ലെസ് ദാൻ എന്ന് പറയുന്ന ഇൻഇക്വാലിറ്റി അവിടെ വരും. കാര്യം ഈ 1 + 2 + എക്സെട്ര പ്ലസ് കെനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് ഏത്? 1/8 ഇൻറ്റു 2k + 1 ദ ഹോൾ സ്ക്വയർ. അതാണ് ഞാനിവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈക്വൽ ടു ഇടാത്തത്. ഓക്കെ, ലെസ് ദാൻ എന്ന് വന്നത് അതുകൊണ്ടാണ്. പ്ലസ് നെക്സ്റ്റ് ടേം എന്താണ്? കെ പ്ലസ് വൺ. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 4k² പ്ലസ് 2 ഇൻറ്റു 2k ഇൻറ്റു 1 4k + 1 പ്ലസ് കെ പ്ലസ് വൺ. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വരിക 4k² പ്ലസ് 4k പ്ലസ് 1 പ്ലസ് 8k പ്ലസ് 8 ഹോൾ ഡിവൈഡഡ് ബൈ 8. അപ്പം നമുക്ക് കിട്ടുക 4k² പ്ലസ് 12k പ്ലസ് 9 ഹോൾ ഡിവൈഡഡ് ബൈ 8. നോക്കൂ, നമുക്ക് കിട്ടേണ്ട ആൻസർ ഇതാണ്. അതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ a + b ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 2k ദ ഹോൾ സ്ക്വയർ 4k². 2ab എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2k 4k ഇൻറ്റു 3 12k ദെൻ പ്ലസ് 3² ദാറ്റ് ഈസ് 9. ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഈ ടേമിന് പകരം എന്ത് കൊടുക്കാം? 2k + 3 ദ ഹോൾ സ്ക്വയർ ബൈ 8. അപ്പോൾ പി ഓഫ് കെ പ്ലസ് വണ്ണ് ട്രൂ ആവും. അതുകൊണ്ട് തന്നെ PMI വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. a + AR + AR² പ്ലസ് എക്സെട്ര പ്ലസ് a ഇൻറ്റു r⁻n - 1 ഈസ് ഈക്വൽ ടു a ഇൻറ്റു r⁻n - 1 ഡിവൈഡഡ് ബൈ r-1. ഇത് ജോമെട്രിക് പ്രോഗ്രഷൻ്റെ സമ്മ് കാണുന്നത് നിങ്ങൾ പിന്നെ പഠിക്കും ഇത്. ഓക്കെ, ഇപ്പോൾ പി ഓഫ് വണ്ണ് നോക്കാം. ലെഫ്റ്റ് സൈഡ് a ആണ്, റൈറ്റ് സൈഡ് വരെ a ഇൻറ്റു r⁻1, അതായത് r-1 ഡിവൈഡഡ് ബൈ r-1. അപ്പോൾ r-1 ക്യാൻസൽ ചെയ്താൽ a കിട്ടും. സോ പി ഓഫ് വൺ ഈസ് ട്രൂ. പി ഓഫ് കെ നമ്മൾ അസ്യൂം ചെയ്തു. ഇനി പി ഓഫ് കെ പ്ലസ് വണ്ണ് നോക്കാം. അപ്പോൾ a + AR + AR² പ്ലസ് എക്സെട്ര പ്ലസ് AR⁻k - 1 ഉണ്ടാവും പ്ലസ് ഒരു നെക്സ്റ്റ് ടേം, അതാണ് k + 1th ടേം, ദാറ്റ് ഈസ് a ഇൻറ്റു r⁻k. ഇവിടെ നമുക്ക് പി ഓഫ് കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ a ഇൻറ്റു r⁻k - 1 ഡിവൈഡ് ബൈ r-1 പ്ലസ് a ഇൻറ്റു r⁻k ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ a ഇൻറ്റു r⁻k - 1 പ്ലസ് a ഇൻറ്റു r⁻k ഇൻറ്റു r-1 ഹോൾ ഡിവൈഡഡ് ബൈ r-1. a കംപ്ലീറ്റ് കോമൺ ആണ്. അപ്പോൾ ഞാൻ എനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്. സോ r⁻k - 1 പ്ലസ് ഇവിടെ r⁻k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ r⁻k ഇൻറ്റു r ദാറ്റ് ഈസ് r⁻k + 1 മൈനസ് r⁻k ഇൻറ്റു 1 ഈസ് r⁻k. അപ്പോൾ നമുക്ക് r⁻k ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ വരിക -1 പ്ലസ് r⁻k + 1 ആണ്. ദാറ്റ് ഈസ് സെയിം ആസ് r⁻k + 1 - 1. അപ്പോൾ നമുക്ക് ഈ റിസൾട്ട് കിട്ടും. ഇത് തന്നെയാണ് നമ്മുടെ പി ഓഫ് കെ പ്ലസ് വണ്ണും വരിക. അപ്പോൾ ആ റിസൾട്ട് എന്താണ്? ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 + 3/1 ഇൻറ്റു 1 + 5/4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 + 2n + 1 ഡിവൈഡഡ് ബൈ n² ഈസ് ഈക്വൽ ടു n + 1 ദ ഹോൾ സ്ക്വയർ. ലെഫ്റ്റ് സൈഡ് നോക്കാം. 1 + 3/1 ആണ്. റൈറ്റ് സൈഡ് വരിക, അവിടെ 1 + 1 ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ 1 + 3 4 ഈസ് ഈക്വൽ ടു 1 + 1 2² 4. അപ്പോൾ പി ഓഫ് വണ്ണ് ട്രൂ ആണ്. നേരത്തെയൊക്കെ നമ്മൾ സം ഓഫ് n ടേംസ് ആണ്, ഇവിടെ പ്രോഡക്റ്റ് ഓഫ് n ടേംസ് ആണ്. ക്വസ്റ്റ്യൻസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ പി ഓഫ് കെ അസ്യൂം ചെയ്യാം. അപ്പോൾ വരിക ഗിവൺ റിസൾട്ടിൽ നിങ്ങൾ n-ന് k കൊടുക്കുക. അതാണ് നമ്മുടെ പി ഓഫ് കെ. ഇനി പി ഓഫ് കെ പ്ലസ് വൺ എടുക്കുക. അപ്പോൾ 1 + 3/1 ഇൻറ്റു 1 + 5/4 ഇൻറ്റു എക്സെട്ര 1 + 2k + 1 ഡിവൈഡഡ് ബൈ k² ഇൻറ്റു നെക്സ്റ്റ് ടേം എന്തായിരിക്കും വരിക? ഇവിടെ ലാസ്റ്റ് ടേമിൽ കേക്ക് പകരം k + 1 കൊടുത്താലും മതി. അപ്പോൾ 1 + 2 ഇൻറ്റു k + 1 + 1, അതായത് 2k + 3 ഡിവൈഡഡ് ബൈ k + 1 ദ ഹോൾ സ്ക്വയർ. ഇനി ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ടേം നമ്മുടെ പി ഓഫ് കെ ആണ്. അതിൻ്റെ ആൻസർ അപ്ലൈ ചെയ്യാം. സോ k + 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു 1 + 2k + 3 ഡിവൈഡഡ് ബൈ k + 1 ദ ഹോൾ സ്ക്വയർ.
അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 3 ഡിവൈഡഡ് ബൈ കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ. എക്സ്പാൻഡ് ചെയ്യാം അവിടെ കെ പ്ലസ് വൺ ദ, അപ്പോൾ നമുക്ക് അവിടെ കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ ക്യാൻസൽ ചെയ്യാം. ബാക്കി ടേം വരിക കെ പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 3. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും കെ സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1 പ്ലസ് 2k പ്ലസ് 3. ദാറ്റ് ഈസ് സെയിം ആസ് കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4. ദാറ്റ് ഈസ് സെയിം ആസ് കെ പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ട് ഈക്വൽ ആണ്. അപ്പോൾ എന്താണ് PMI വെച്ചിട്ട് ഗിവൺ റിസൾട്ട് ഈസ് ട്രൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/1 into 4 plus 1/4 into 7 plus etc. plus 1/3n minus 2 into 3n plus 1 is equal to n divided by 3n plus 1. അപ്പോൾ P of 1 നോക്കാം. ലെഫ്റ്റ് സൈഡ് വരിക 1/1 into 4 ആണ്. റൈറ്റ് സൈഡ് വരിക 1/3 plus 1. അപ്പോൾ നമുക്ക് 1/4 equal to 1/4 എന്ന് കിട്ടും. സോ P of 1 is true. നെക്സ്റ്റ് assume that P of k is true. അപ്പോൾ ഗിവൺ റിസൾട്ടിൽ n-ന് k കൊടുക്കുക. P of k plus 1 എന്ന് പറയുമ്പോൾ നമ്മൾ P of k വരിയിൽ kth ടേം വരെയുണ്ട്. തൊട്ടടുത്ത ടേം k plus 1th ടേം എഴുതിയാൽ മതി. അപ്പോൾ ലാസ്റ്റ് ടേമിൽ kക്ക് പകരം k plus 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു k plus 1 മൈനസ് 2, അതായത് 3k plus 3 മൈനസ് 2. ഓക്കെ, അപ്പോൾ 3k plus 1. ഇവിടെ കേക്ക് k plus 1 കൊടുത്തു കഴിഞ്ഞാൽ 3k plus 3 plus 1, സോ 3k plus 4. ഓക്കെ, അതാണ് വരിക. ഇല്ലെങ്കിൽ ഈ നമ്പറിൻ്റെ ഓർഡർ നോക്കിയിട്ടും നിങ്ങൾക്ക് പറയാം. 1 into 4 ആണ്, അടുത്തത് 4 into 7 ആണ്, അടുത്തത് 7 into 10 ആണ്, ഇല്ലേ? 4 plus 3 ആണ് 7, 7 plus 3 ആണ് 10. അപ്പോൾ ഇവിടെ ഇവരെ 3k plus 1 ആണ് ഇവിടെ എൻഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 3k plus 1 ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. നെക്സ്റ്റ് ടേം അതിനോട് കൂടെ 3 ആഡ് ചെയ്താലും മതി. അപ്പോൾ 3k plus 1 plus 3 എന്ന് പറയുമ്പോൾ 3k plus 4. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ P of kയുടെ റിസൾട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ വരിക k ഡിവൈഡഡ് ബൈ 3k plus 1 പ്ലസ് ലാസ്റ്റ് ടേം 1 ഡിവൈഡഡ് ബൈ 3k plus 1 ഇൻറ്റു 3k plus 4. അപ്പോൾ അവിടെ കോമൺ ആയിട്ട് വരുന്നത് ഡിനോമിനേറ്ററിൽ 3k plus 1 ആണ്. സോ 1/3k plus 1 ഇൻറ്റു k plus 1/3k plus 4. അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം k ഇൻറ്റു 3k plus 4 plus 1 എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ 3k plus 4. എക്സ്പാൻഡ് ചെയ്താൽ 3k സ്ക്വയർ പ്ലസ് 4k plus 1 ഡിവൈഡഡ് ബൈ 3k plus 4. ഇനി ഇതിനെ നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാണ് വേണ്ടത്. ഫാക്ടറൈസേഷൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം നിങ്ങൾ അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് എഴുതി നോക്കുക. അപ്പോൾ വരിക അവിടെ k plus 1 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു k plus 1 plus 1. അപ്പോൾ 3k plus 3 plus 1, അതായത് 3k plus 4. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 3k plus 1 കാണാം. പക്ഷേ നമ്മുടെ ആൻസറിൽ നോക്കിയാൽ നമുക്ക് 3k plus 1 ആവശ്യമില്ല. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യുന്ന ഒരു ടേം എന്തായിരിക്കും 3k plus 1 വരാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ ആൻസറിൽ k plus 1 ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ അടുത്ത ടേം k plus 1 ആവാനാണ് സാധ്യത. അതൊന്ന് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ. 3k ഇൻറ്റു k 3k സ്ക്വയർ, ദെൻ 3k plus k 4k plus 1. ഇതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് എഴുതിയാലും മതി, അല്ലെങ്കിൽ ഫാക്ടറൈസേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 3k plus 1 ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ആൻസർ എന്ത് വരും? k plus 1 ഡിവൈഡഡ് ബൈ 3k plus 4. അപ്പോൾ PMI വെച്ചിട്ട് റിസൾട്ട് ട്രൂ ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ.